പൂക്കൃഷിയിൽ നേട്ടം കൈവരിച്ച വനിതകൾക്ക് ഓണക്കോടിയും ആദരവും നൽകി. കരുനാഗപ്പള്ളി ആലുംകടവ് ബോധോദയം ഗ്രന്ഥശാല പ്രവർത്തകരാണ് കർഷക ദിനത്തിൽ കുടുംബശ്രീ പ്രവർത്തകരായ വനിതകൾക്ക് ആദരവ് ഒരുക്കിയത്. കർഷക ദിനത്തിലാണ് കുടുംബശ്രീ പ്രവർത്തകരായ വനിതകൾക്ക് ആദരവ് ഒരുക്കിയത്. ആലുംകടവ് ബോധോദയം ഗ്രന്ഥശാലയിലെ പ്രവർത്തകരാണ് കുടുംബശ്രീ പ്രവർത്തകർക്ക് ഓണക്കോടിയും ആദരവും നൽകിയത്. കരുനാഗപ്പള്ളി നഗരസഭയിൽ 1-ാം ഡിവിഷനിൽ വർഷങ്ങളായിട്ട് പൂക്കൃഷി നടത്തുന്ന 2 സഹോദരിമാരാണ് ഇവർ രണ്ടുപേരും. കഴിഞ്ഞ തവണയും മികച്ച രീതിയിൽ പൂക്കൃഷി നടത്തി മികച്ച വിളവ് കിട്ടി, നല്ല ലാഭവും അവർക്കുണ്ടായി. പക്ഷേ അവരതുകൊണ്ട് നിരാശരായില്ല. കഴിഞ്ഞ കുറേ നാളുകളായി ഇടയ്ക്ക് ചില കുഴപ്പമൊക്കെ വന്നെങ്കിലും അവർ ആ കൃഷി വിട്ടില്ല. ആ പൂക്കൃഷി വളരെ മനോഹരമായി അവർ തുടർന്നുകൊണ്ട് പോവുകയാണ്. ഇത്തവണയും ധാരാളം പൂക്കളാണ് ചിങ്ങം 1-ന് ഇവിടെ വിടർന്നു നിൽക്കുന്ന കാഴ്ച നിങ്ങൾക്ക് കാണാം. ഈ പൂക്കളെല്ലാം നാളെ മുതൽ അവർ വിപണിയിലെത്തിക്കും. ഇത് നാട്ടിലെ എല്ലാ വീട്ടുമുറ്റങ്ങളിലും അത്തപ്പൂക്കൾ ഇടാനുമൊക്കെ ഇവരെത്തിക്കുന്നതാണ്. ജൈവ കൃഷി രീതിയാണ് ഇവർ അവലംബിച്ചത്. ഇതിലൊരാൾക്ക് പശുകൃഷിയുള്ള ആളാണ്. അവരുടെ വീട്ടിലെ ഈ ചാണകവും മറ്റുമൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട വളവും ഒക്കെ ആയിട്ട് ഉപയോഗിച്ചത്. അങ്ങനെ മികച്ച രീതിയിൽ ഇത്തവണ അവർക്ക് വിളവ് കിട്ടി. വളരെ സന്തോഷമുണ്ട്. അതുകൊണ്ട് ഗ്രന്ഥശാല പ്രവർത്തകർ എന്നുള്ള നിലയ്ക്ക് ഞങ്ങളിവിടെ എത്തി. ഇന്ന് അവർക്ക് ഓണക്കോടിയും അവരെ ആദരിക്കുന്ന ചടങ്ങുമാണ് ഇന്നിവിടെ നടന്നത്. പൂക്കൃഷിയിൽ വിജയഗാഥ രചിച്ചതിനായിരുന്നു ആദരം. കരുനാഗപ്പള്ളി നഗരസഭയിലെ 1-ാം ഡിവിഷനിലെ ലീല, ഉഷ എന്നീ കുടുംബശ്രീ പ്രവർത്തകരാണ് വർഷങ്ങളായി പൂക്കൃഷിയിൽ നേട്ടം കൈവരിക്കുന്നത്. സൗജന്യമായി വിട്ടുകിട്ടിയ ഭൂമിയിൽ ഇവർ ഏതാനും വർഷങ്ങളായി മികച്ച രീതിയിൽ പൂക്കൃഷി നടത്തുന്നുണ്ട്. കഴിഞ്ഞ വർഷവും മികച്ച വിളവ് ലഭിച്ചു. ഇത്തവണയും പൂക്കളം തീർക്കാൻ തയ്യാറായിരിക്കുകയാണ് ഇവരുടെ കൃഷിയിടങ്ങൾ. നാട്ടിൻപുറങ്ങളിലെ ആവശ്യക്കാർക്ക് ഓണനാളുകളിൽ പൂക്കളം തീർക്കാൻ ജൈവ രീതിയിൽ കൃഷി ചെയ്ത പൂക്കൾ മിതമായ നിരക്കിലാണ് നൽകുന്നത്. കൃഷിവകുപ്പിന്റെ മികച്ച കർഷകയ്ക്കുള്ള പുരസ്കാരം കഴിഞ്ഞ തവണ ലീലയ്ക്ക് ലഭിച്ചിരുന്നു. ഇത്തവണ ഉഷയ്ക്കും ലഭിച്ചു. ഞങ്ങളിത് 3-4 വർഷം കൊണ്ട് നടത്തി വരുന്ന ഒരു സംരംഭമാണ്. എൻ്റെ ഈ ആദരവ് ഞങ്ങൾ തീരെ പ്രതീക്ഷിച്ചില്ല. പിന്നെ എനിക്ക് ഈ വർഷം കർഷകശ്രീ അവാർഡുണ്ട്. 2025 കർഷകശ്രീ അവാർഡ് എനിക്കായിരുന്നു. ഈ വർഷം എൻ്റെ കൂട്ടുകാരിക്കും ഈ വർഷം കർഷകശ്രീ അവാർഡ് കിട്ടി. പിന്നെ ഈ ആദരിക്കൽ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ട് വളരെ സന്തോഷം. കർഷക ദിനത്തിൽ പുലർച്ചെ ആലുംകടവ് ബോധോദയം ഗ്രന്ഥശാലയിലെ പ്രവർത്തകർ കൃഷിയിടത്തിൽ വെച്ചാണ് ഇവരെ ആദരിച്ചത്. വാർഡ് കൗൺസിലർ സീമ സഹജൻ ആദരവിന് നേതൃത്വം നൽകി. എല്ലാ വർഷവും ചിങ്ങമാസത്തിൽ കർഷകരെ ആദരിക്കാറുണ്ട്. ഈ വർഷം 2 വനിതാ കർഷകരെയാണ് ആദരിച്ചത്. ഇത് നമ്മുടെ 1-ാം ഡിവിഷനിൽ തന്നെയുള്ള ഉഷ, ലീല എന്ന 2 വനിതാ കർഷകരെയാണ്. അവർ വർഷങ്ങളായി പൂക്കൃഷി ചെയ്ത് നല്ല രീതിയിൽ വിജയം കൈവരിച്ചവരാണ്. അവർക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും. താലൂക്ക് ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം എം സുരേഷ് കുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഗ്രന്ഥശാല സെക്രട്ടറി എൻ ഉത്തമൻ ഇരുവർക്കും ഓണക്കോടികൾ സമ്മാനിച്ചു. എസ് എം മനോജ് മുരളി, കെ പ്രകാശ്, രച്ചുദേവി, സരിത എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.